ഭക്ഷണം കഴിക്കുവാനോ വിഴുങ്ങുവാനോ ഒക്കെ ബുദ്ധിമുട്ടുള്ള പേഷ്യൻസിന് നമ്മൾ പോഷകാഹാരവും വെള്ളവും മരുന്നുകളൊക്കെ കൃത്യമായി കിട്ടുവാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന രീതിയാണ് റൈൽസ് ട്യൂബ് അഥവാ നാസോഗ്യാസ്ട്രിക് ട്യൂബ് ഫീഡിങ്. ശരിയായ രീതിയിൽ ഫീഡിങ് നൽകുന്നത് രോഗിയുടെ പോഷകാവസ്ഥ നിലനിർത്താനും സങ്കീർണതകൾ ഒഴിവാക്കുവാനും സഹായിക്കുന്നു. നമ്മൾ ഫീഡിങ് കൊടുക്കുന്നതിനുള്ള നടപടിക്രമങ്ങളുണ്ട്. ഫീഡിങ് തുടങ്ങുന്നതിന് മുൻപ് കൈകൾ നന്നായി കഴുകുക. രോഗിയുടെ ഹെഡ് 30 to 45 ഡിഗ്രി ഉയർത്തി വയ്ക്കുക. ട്യൂബിൻ്റെ സ്ഥാനം ശരിയാണെന്ന് ഉറപ്പാക്കുക എന്നതാണ്. ട്യൂബ് ക്ലാമ്പ് തുറക്കുക. 20 to 30 ml വെള്ളം ഫ്ലഷ് ചെയ്ത് ട്യൂബ് തുറന്നിരിക്കുകയാണെന്ന് ഉറപ്പുവരുത്തുക. സിറിഞ്ച് ട്യൂബിൽ ഘടിപ്പിക്കുക. നിർദ്ദേശിച്ച ദ്രാവക ഭക്ഷണം പതുക്കെ നൽകുക. ഭക്ഷണം വേഗത്തിൽ ഒഴിക്കരുത്. ഗുരുത്വാകർഷണത്തിലൂടെ പതുക്കെ പോകാൻ അനുവദിക്കുക. ഫീഡിങ് കഴിഞ്ഞാൽ വീണ്ടും 20 to 30 ml വെള്ളം ഫ്ലഷ് ചെയ്യുക. ട്യൂബ് ക്ലാമ്പ് ചെയ്ത് അടയ്ക്കുക. രോഗിയെ കുറഞ്ഞത് 30 മുതൽ 60 മിനിറ്റ് തല ഉയർത്തി വയ്ക്കുക. ഇത് ആസ്പിരേഷൻ അഥവാ ഭക്ഷണം ശ്വാസകോശത്തിലേക്ക് പോകൽ തടയാൻ സഹായിക്കുന്നു. റൈൽസ് ട്യൂബിലൂടെ ഭക്ഷണം കൊടുക്കുന്നത് ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ളൊരു മെത്തേഡാണ്. ഇതുമൂലം രോഗികളുടെ ആരോഗ്യസ്ഥിതി കൂടുതൽ മെച്ചപ്പെടാൻ സഹായകരമാവും. വയോജന പരിപാലനത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.